എന്താ അമ്മേ എന്തോ എന്തടേ എന്തിനിങ്ങനെ ഉപദ്രവിക്കണ്ട ചുമ്മാ തട്ടേലേ ഉള്ളൂ അതിന് ഇത്രയും കിടന്ന് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്. പേടിച്ചു എന്തായിരുന്നു ഫോണിൽ ഇരി വേണ്ട ഇരി ഒന്നുമില്ല എന്ന് പറ. എന്തായിരുന്നു ഫോണിലെ പരിപാടി? ഞാൻ കുറച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് റിക്വസ്റ്റ് എന്ത് വന്ന കാര്യം പറ. ഒന്നുമില്ല, വെറുതെ ബോറടിച്ചപ്പോ ചൊറിയാൻ വന്നത്. എനിക്കും ബോറടിക്കായിരുന്നു. എന്നാ പിന്നെ എല്ലാരും ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാറുന്നല്ലേ? പരിപാടി സെറ്റ് ചെയ്യുന്നല്ലേ? സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം. അല്ല ഞങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കുന്നോണ്ട് എല്ലാരും ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്താലോ. ഭയങ്കര ബോറടി അല്ലേ? അതുകൊണ്ടാണ് ഞാൻ രാവിലെ പേപ്പർ എടുത്ത് എറിഞ്ഞത്. എന്തെങ്കിലും പരിപാടി പിടിച്ചാലോ നമുക്ക്? അതാണ് നമ്മളിങ്ങനെ പറഞ്ഞോന്ന്, എന്തെങ്കിലും പരിപാടി പിടിച്ചാലോന്ന്. പിള്ളേരൊക്കെ എവിടെ? പിള്ളേരോട് എന്താ നമ്മായി എന്തുവാ 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 എന്താണ് അവിടെ അവിടെ ആയോണ്ട് അവിടെ വന്ന് എന്തായിരുന്നു അവിടെ പരിപാടി? അവിടെ നിധി ഉണ്ടായിരുന്നു, അത് കുഴിച്ചെടുക്കാൻ പോയതാ. വാവ് സൂപ്പർ. എന്തെങ്കിലും അവിടെ നിന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരും. എന്റെ അമ്മായി ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കേശവനെന്തേ? കേശവേട്ടൻ പുറത്തുണ്ടെന്ന് തോന്നുന്നു. മെർലിൻ ചേച്ചി കേശവേട്ടനെ ചുട്ടോണ്ടിരിക്കുക. എന്നാ ആ ചുട്ടോണ്ടിരിക്കണ കേശവട്ടൻ ഇങ്ങനെ വിളിച്ചോണ്ടോ? ഗതികേട്. ശിവാനി, ശിവ പയ്യെ വിളിച്ചാ പോലെ എന്തിനാ കിടന്ന് നേരെ വിളിക്കണേ? അല്ല പെട്ടെന്ന് വരാൻ വേണ്ടിട്ടാ ഉറക്ക വിളിച്ചേ. എവിടെ? ഒന്നും പറ്റിയില്ല, ഒരു പരിപാടി ഇടാൻ പ്ലാൻ ചെയ്ത അപ്പൊ ഡിസ്കഷന് വേണ്ടി വിളിച്ചു നിർത്തിയതാ. എടാ വേറൊന്നും അല്ല, ഇവിടെ എല്ലാവരും ഇല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്താലോന്ന്. അതിനായിരുന്നാ ചേട്ടാ പ്രാണം പോയി. എന്താളി എവിടെ കിടന്ന് വിളിക്കണായിട്ട്? എടാ കേശു, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്താലോന്ന്. സത്യം പറയല്ല, ഞാൻ ആ കാര്യം ഇപ്പൊ അങ്ങോട്ട് ആലോചിച്ചിട്ടിരുന്നേ ഉള്ളൂ. അതെ, എന്നാ പിന്നെ നമുക്ക് ഫുഡിങ് പരിപാടി ആയാലോ? എന്ത് പറയണ്? നമ്മുടെ വാഴക്കാലയില് നല്ല കിടുക്കൻ ഒരു റെസ്റ്റോറന്റ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കരിമീൻ പൊളിച്ചൊക്കെ കിട്ടും, കിടിലൻ ടേസ്റ്റാ. അതെ, ഈ ഫുഡ് എന്നുള്ള വിചാരം വേറൊന്നുമില്ലേ? അയ്യോ, ഈ പറയുന്നവർക്ക് ഫുഡ് ഇഷ്ടമേ അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡ് റെഡി ഒന്നും വേണ്ട, ഞാൻ റെഡി പറയാം. നമുക്ക് എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോവാം. അതാകുമ്പോഴത്തേക്കും വൈകിട്ടാകുമ്പോ എല്ലാവരും ഫ്രീ ആവുകയും ചെയ്യും. എന്താ പറയുന്നത്? സിനിമയ്ക്ക് പോറോമാ? നമ്മ എല്ലാവരും சேர்ந்து സിനിമയ്ക്ക് പോറോം. അതിനാണ് വിളിച്ചു പോവേ. അപ്പത്തേക്ക് അതങ്ങ് ഫിക്സ് ആക്കിയോ? ആര് ഫിക്സ് ആക്കിയെന്ന്? ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല. സിനിമയ്ക്കൊന്നും പോകണ്ട, നല്ല പടമൊന്നും ഇറങ്ങിയിട്ടില്ല ആന്റി. വേറെ എന്തെങ്കിലും പരിപാടി സെറ്റ്. എന്നാ പിന്നെ നമുക്ക് കളിക്കാം. അതിനോട് ഞാനും യോജിക്കുന്നു. നമുക്ക് പുറത്തിറങ്ങി ഓടി കളിക്കാം. ഓടി കളിക്കണ്ട, ചീട്ടുണ്ടായിരുന്നു ഈ കഴുത കളിക്കാൻ. അതിനിപ്പോ ചീട്ടൊന്നും വേണ്ട, നീ എന്ത് കളിച്ചാലും കഴുതിയാവും. അളിയാ, ഇവിടെ നമ്മുടെ പഴയ ഫുട്ബോൾ ഇല്ലായിരുന്നോ? നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? എന്റെ പൊന്നെ വേണ്ട. നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാ തലത്തിലൊക്കെ കളിക്കാൻ പോയതല്ലേ, നിന്റെ കൂടെ പിടിച്ചേക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഇനി അത് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ബോൾ ഇരിപ്പുണ്ട്, ബാറ്റോടെ മേടിച്ചാൽ ക്രിക്കറ്റ് കളിക്കാം. കേശുവേ, നീ വാ തുറക്കരുത്. നീ എല്ലാം അടിച്ച് പാറമട കൊണ്ട് കളയും. ഈ ബോർഡ് ഒപ്പം വേണ്ടി ഞങ്ങൾ നടക്കണം. അങ്ങനെയാണെങ്കിലേ ദംഷറാട്സ് കളിക്കാം. അതെപ്പോഴും കളിക്കുന്നയാ, അത് വേണ്ട. ഹൗ അബൌട്ട് അന്താക്ഷരി? അന്താക്ഷരി വേണ്ട, അത് നിന്റെ ഏരിയ അല്ലേ, നിനക്ക് പിടിച്ചിരിക്കല്ലേ, അത് വേണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കിയിരിപ്പ് കളി കളിക്കാം. നോക്കിയിരിപ്പാ എന്ന് വെച്ചാ ഒന്നുമില്ല, വെറുതെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഖത്തേക്ക് മുഖം നോക്കി നോക്കിയിരിക്കുക. അതെ, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാ, അങ്ങനെ ഒന്നും ലജ്ജ ചമ്മൂല കേട്ടാ. വീണ്ടും പ്രശ്നം.